ഉൽപ്പത്തി പുസ്തകം 21:20 ദൈവം ബാലനോടുകൂടി ഉണ്ടായിരുന്നു, അവൻ മരുഭൂമിയിൽ പാർത്തു, മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. ഇവിടെ ഹാഗാറിൻ്റെ മകനെ പറ്റി പറയുന്ന 3 കാര്യങ്ങളാണ് ഈ വചനത്തിൽ കാണുന്നത്. 1, അവൻ മരുഭൂമിയിൽ പാർത്തു. 2, അവൻ മരുഭൂമിയിൽ വളർന്നു. 3, മരുഭൂമിയിൽ ഒരു വില്ലാളിയായി തീർന്നു. 1, അവൻ മരുഭൂമിയിൽ പാർക്കണമെങ്കിൽ ഒരു വീട് ആവശ്യമാണ്. മരുഭൂമിയിൽ അവൻ വളരണമെങ്കിൽ അവൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായത് മരുഭൂമിയിൽ ആവശ്യമാണ്. 3, ഒരു വില്ലാളിയായി തീർന്ന് ചിലത് പഠിക്കുവാൻ, പഠനത്തിന് ആവശ്യമായുള്ളത് മരുഭൂമിയിൽ ആവശ്യമാണ്. എന്നാൽ നോക്കണമേ, അവൻ്റെ വീട് മരുഭൂമിയിലായിരുന്നു, അവൻ്റെ വളർച്ച മരുഭൂമിയിലായിരുന്നു, അവൻ്റെ പഠനം മരുഭൂമിയിലായിരുന്നു. എങ്ങനെയാണ് ഒരു സാധ്യതയുമില്ലാത്ത മരുഭൂമിയിൽ പാർക്കുന്നത്, വളരുന്നത്, പഠിക്കുന്നത്? അതിനുത്തരം ആ വാക്യം തന്നെ തരുന്നുണ്ട്. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. സാഹചര്യങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമാണെങ്കിലും നമ്മോട് കൂടെ, നമ്മുടെ തലമുറയോടുകൂടെ ദൈവം ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ നമുക്ക് കഴിയും. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി നിരാശ അനുഭവിക്കുന്നവരാണോ? തലമുറയെ നോക്കി വ്യാകുലപ്പെടുന്നവരാണോ? നിന്റെ മുമ്പിൽ ഹാഗാറിനെ പോലെ മരുഭൂമിക്ക് സമമായ സാഹചര്യമാണോ? എവിടെ നോക്കിയാലും പ്രതീക്ഷകളില്ലാത്ത അനുഭവമാണോ? നീ ഒറ്റപ്പെട്ടുപോയി, മുന്നിലുള്ള വഴികൾ അടഞ്ഞുപോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പ്രയാസപ്പെടേണ്ട. പ്രതികൂല സാഹചര്യത്തിലും പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് നിനക്കായി അവൻ നീരുറവ തുറക്കും. ഹാഗാറിനോട് കൂടിയിരുന്ന ദൈവം നിന്നോട് കൂടെ ഉണ്ട്. തലമുറയ്ക്കായി ദൈവം ഒരു വഴി ഒരുക്കും. ഗോഡ് ബ്ലെസ് യു.